ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെസിപ്പി മലബാറിക്കസ്. ഇന്ന് ഞാനൊരു മലബാർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റൈസാണ്. അപ്പോൾ മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് കൂടിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വേണം. അപ്പം നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്ത് വെച്ചതാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് കൈമേരിയിലാണ് ഞാനിവിടെ റൈസ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ കൈമേരി 2 കപ്പ് വേണം. അത് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കണം. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിയിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കാം അരമണിക്കൂർ. അപ്പം നമുക്ക് ഇതിന് വേണ്ടി മസാല കുറച്ച് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 6 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ഡീപ്പായിട്ടുള്ള പാത്രം എടുക്കണം. ഇതിൽ തന്നെയാണ് റൈസും മസാലയെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സവാള നേരിയതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സവാള മീഡിയം 2 സവാളയാണ്. അപ്പോൾ നിങ്ങളെ ചെമ്മീൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഇത് മാറ്റം വരുത്തണം. അപ്പം കൂടുതലെങ്കിൽ കൂടുതൽ സവാള ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വാടി വരണം. വാടി വന്നതിന് ശേഷം ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ചേർക്കാൻ പാടുള്ളൂ ചതച്ചെടുത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഏകദേശം പിടിക്കും. അപ്പോൾ നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുറിക്കുന്നതിനെക്കാട്ടും നല്ല ചതച്ചെടുത്താൽ ആ ഒരു ഫ്ലേവറെല്ലാം കറക്റ്റ് കിട്ടും. അപ്പം ഞാനിവിടെ നന്നായിട്ട് വഴറ്റി കൊണ്ടുവരട്ടെ. അപ്പം ഈ ഒരു മസാല കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാൻ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചോറിനത്ര നിങ്ങൾ വിചാരിക്കുന്ന അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാനിവിടെ പറഞ്ഞുതരാം. അപ്പോൾ ഈ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. പിന്നെ മുളക് പൊടി നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് 1 ടീസ്പൂണാണ് ചേർത്തത്. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. പിന്നെ ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂണ്. പിന്നെ പെരിഞ്ജീരകപ്പൊടി മസ്റ്റായിട്ട് വേണം, അതൊരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയെല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് ഈ ഒരു മസാലേൻ്റെ പച്ചമണം മാറുന്നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫ്ലെയിം ഒരിക്കലും കുട്ടി വെക്കാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഞാനിവിടെ ചെറുതായി മുറിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും. അപ്പോൾ കറിവേപ്പില ഓപ്ഷനാണ്, ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 തണ്ട് 3-4 ഇല കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തക്കാളി നന്നായിട്ട് വെന്തുടയണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 200 ഗ്രാം ചെമ്മീനാണ്. ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണിത്. അപ്പം അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീനിന് ഒരുപാട് വേവൊന്നുമില്ല, ജസ്റ്റ് ഒരു 5-10 മിനിറ്റിൻ്റെ ഒരു വേവേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു അരി നമ്മൾ എടുത്തത് 2 കപ്പാണല്ലോ, അതിനനുസരിച്ചിട്ടുള്ള മസാലയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഇതൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് ആ ഒരു ചെമ്മീൻ നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ ഇനി ഇതിലേക്ക് നേരത്തെ ഒരു 2 കപ്പ് അരിയാണല്ലോ എടുത്തത്, അതിന് വേണ്ടിയിട്ട് 3 കപ്പ് വെള്ളം ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അത് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടുന്നത്. ഇനി അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം 2 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെച്ചിട്ട് 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ അതിനു മുമ്പേ ഒരു നാരങ്ങ ഹോളായിട്ട് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങയാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത്. അപ്പം തക്കാളിക്ക് ഒരുപാട് പുളിയില്ലായിരുന്നു. അപ്പം ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില ഒരു പിടി ചേർത്ത് കൊടുക്കാം. ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവും ഈ ഒരു റൈസിന്. അപ്പം നമുക്ക് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കൈമ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സാധാരണ ബാസ്മതി അരി വെച്ചിട്ടും ചെയ്യാം. അപ്പം കൈമ അരി വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു രുചിയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചെമ്മീൻ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ഫ്ലെയിം വെക്കേണ്ടത് ഫുൾ ഫ്ലെയിമിലാണ്, ഹൈ ഫ്ലെയിമിൽ വെക്കണം. അപ്പം നമുക്കിനി അരി ചേർത്ത് കൊടുക്കാം. അപ്പം അരി നേരത്തെ കഴുകിയിട്ട് ഒന്ന് കുതിരാൻ വെച്ചിട്ട് ഒന്ന് വെള്ളം കളഞ്ഞാണിത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചെമ്മീൻ ചോറ് റെഡിയാക്കാൻ മാക്സിമം പോയാൽ ഒരു 10 മിനിറ്റ് എടുക്കും. അപ്പം ഈ ഒരു ബിരിയാണീൻ്റെ ആ ഒരു അത്രയും ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സൊന്നുമല്ല. ഈ ഒരു ചെമ്മീൻ ചോറ് പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. നേരത്തെ ഉപ്പ് അത്ര പോരായിരുന്നു, കുറച്ചുകൂടെ വേണമായിരുന്നു. അപ്പോൾ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചോറെല്ലാം ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചോറെല്ലാം ഒന്ന് പകുതി വന്നിട്ടുണ്ട്. ഇനി ഇതിന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് വേവിക്കാൻ. ഇത്ര സമയം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണല്ലോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണല്ലോ. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിക്കണം. അപ്പോൾ നമ്മൾ റൈസെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, ഞാൻ പക്ഷേ ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് മാത്രം. അപ്പം ചേർത്താൽ ഒരു കൂടുതൽ രുചി മുന്നിട്ട് നിൽക്കും. അപ്പം അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൈമേര് വെച്ചിട്ട് ബിരിയാണിയോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ചോറ് ഉണ്ടാക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും കുക്ക് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് ഇതിൻ്റെ ആ ഒരു വെള്ളം വറ്റുകയും ചെയ്യും, കുക്കായി കിട്ടുകയും ചെയ്യില്ല. അപ്പം നമ്മളെ റൈസ് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു മലബാർ സ്പെഷ്യൽ റൈസായിട്ടുള്ള ചെമ്മീൻ ചോറ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.